ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് ആണ് കേട്ടോ. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്, ചിങ്ങം വരാറായിട്ടുണ്ട്. സോ ഓണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ട് വെയർ ചെയ്യുക എന്നുള്ളതാണല്ലേ. ഇപ്പോൾ ട്രഡീഷണൽ ജ്വല്ലറീസ് ആണെങ്കിലും ട്രഡീഷണൽ ഡ്രസ്സസ് ആണെങ്കിലും ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഓണത്തിന് നമ്മളുടെ ഒരു അറ്റയർ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. സോ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറീസ് കാണിച്ചു തരാമെന്ന് കേട്ടോ. സോ ഞാൻ ഇതിൻ്റെ മുന്നേ കുറച്ച് ഓർണമെൻറ്റ്സ് കളക്ഷൻസ് എൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. സോ അതിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇതിൽ വരാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. സോ അതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഒരു ഹോൾ വീഡിയോ ചെയ്യാം കേട്ടോ. സോ നമുക്ക് ലേറ്റ് ആക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ എന്നെയും എൻ്റെ ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ജ്വല്ലറി കളക്ഷൻസ് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഓരോന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. സോ അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു നെക്ലേസ് ആണ് കേട്ടോ. ഒരു ചോക്കർ പീസാണ് ഇത്. ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു നെക്ക് പീസാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സൃഷ്ടി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഇതുപോലെ കുറേ മുത്തുകൾ കൊടുത്തിട്ടുള്ള ഒരു നെക്ലേസ് ആണ് കേട്ടോ ഇത് വരുന്നത്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിൽ വരുന്നത് റൂബി സ്റ്റോൺസ് ആണ് കേട്ടോ. ഗ്രീൻ ആൻഡ് ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന റൂബി സ്റ്റോൺസ് ആണ് വരുന്നത്. ശരിക്കും നമ്മുടെ നെക്കിൽ ഇങ്ങനെ ഇടുമ്പോഴായിരിക്കും ഇതുപോലത്തെ ചോക്കർ പീസുകൾ ഭംഗി ഉണ്ടായിരിക്കുക കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ താഴ്ത്തി ഇടുന്നതിനെക്കാട്ടിയും ഒന്നും കൂടെ ഭംഗി നമുക്ക് ഇതുപോലെ ഇടുന്നതായിരിക്കും കേട്ടോ. ശരിക്കും നമുക്ക് പട്ടുപാട അതുപോലെ തന്നെ ധാവണി ഒക്കെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 500 ബിലോ ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മുന്നേ വാങ്ങിയിട്ടുള്ളൊരു നെക്ക് പീസാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു ഒരു ഓണം സീസണിലായിരുന്നു ഇത് ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 2-3 വർഷമായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഇത് വാങ്ങി. ഈ ഒരു മാലയുടെ കമ്മലാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. സെയിം ആ ഒരു ലോക്കറ്റിൻ്റെ ഒരു ചെറിയ വേർഷനാണ് കമ്മലായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഞാൻ ഈ ഒരു സ്റ്റോറിൽ തന്നെ വാങ്ങിയിട്ടുള്ള വേറൊരു ചെറിയൊരു ചോക്കർ പീസ് പോലെ അല്ലെങ്കിൽ ഒരു നെക്ലേസ് പോലെ തോന്നുന്ന ഒരു മാലയാണ് കേട്ടോ. അത് നമുക്ക് സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നെക്കിൽ ഇങ്ങനെ പറ്റിച്ചിടാൻ പറ്റുന്ന ഒരു മാലയാണ് കേട്ടോ. വെറും ലോക്കറ്റ് മാത്രം വന്നിട്ടുള്ള ഇതും ട്രെൻഡിങ് ആയിരുന്നു. ഇതുപോലത്തെ ഈ ഒരു നാരുണ്ടല്ലോ അതിൽ ലോക്കറ്റ് വന്നിട്ടുള്ള കുറേ മോഡൽസ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ട്രെൻഡിങ് ആയതായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണമാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്ക് സെറ്റ് മുണ്ടിൻ്റെ കൂടെയും അതുപോലെ തന്നെ ധാവണി, ഇനി നമ്മളുടെ കളർ സാരിയുടെ കൂടെ പട്ടു സാരിയുടെ കൂടെയൊക്കെ നമുക്ക് നമ്മുടെ താലി മാത്രം ഇട്ട് ഒരു ഇതുപോലെ ഇങ്ങനെ നെക്കിൽ ഇങ്ങനെ പറ്റിച്ചിടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മാലയാണ് കേട്ടോ ഇത്. നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. സോ ഇതിനും ആ ഒരു പ്രൈസ് റേഞ്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 500ൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കമ്മൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് കമ്മൽ വരുന്നത്. ജുമുക്ക കമ്മലാണ് കേട്ടോ. സോ ഇതാണ് ഈ ഒരു മാലയുടെ കമ്മലെന്ന് പറയുന്നത്. സോ ഇഷ്ടപ്പെട്ടോ? പിന്നെ വരുന്നത് ഇങ്ങനെ ഒരു നെക്ലേസ് ആണ് കേട്ടോ. ഇത് ഞാൻ മുന്നത്തെ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും ഒരു നമ്മളുടെ ആ ഗോൾഡിൻ്റെ സെയിം കളറാണ് കേട്ടോ വരുന്നത്. നമുക്ക് ഓവർ കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതിനകത്തെ സ്റ്റോണുകളെല്ലാം നമുക്ക് റൂബി സ്റ്റോണിൻ്റെ ആ ഒരു ഭംഗിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പട്ടുസാരിയുടെ കൂടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. എല്ലാം നമുക്കിതുപോലെ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന മാലകളാണ് കേട്ടോ. നമുക്ക് പട്ടുപാടയുടെ കൂടെയും അതുപോലെ തന്നെ ധാവണിയുടെ കൂടെയൊക്കെ നമുക്ക് ഇടാൻ പറ്റും. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കേട്ടോ. നമ്മുടെ മലപ്പുറം സ്റ്റോറിൽ തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് പേളിൻ്റെ ഒരു ലോങ് ചെയിനാണ് കേട്ടോ. ഒരു വൈറ്റ് പേളിൽ ഇതുപോലെ നല്ലൊരു പെൻഡൻ കൊടുത്തിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം ലെങ്തി ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മാലയാണ്. ഇതാണ് ഇതിൻ്റെ മാക്സിമം ലെങ്ത്ത് വരുന്നത് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചെയിൻ ഉണ്ടല്ലോ, ബാക്ക് ചെയിൻ വെച്ചിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത്. നോക്കൂ, ഈ ഒരു ഡ്രസ്സിലേക്കാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അല്ലേ. നമുക്ക് സാരിയുടെ കൂട്ടത്തിലാണെങ്കിലും ഇതുപോലെ മിഡി ടോപ്പ് അതിൻ്റെ കൂട്ടത്തിലൊക്കെ ആണെങ്കിലും ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും. ആൻഡ് ഈ പെൻഡൻറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് തോന്നുന്നു 700 ആ ഒരു എമൗണ്ട് ആയിരുന്നു ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് നല്ല വേർത്താണ് കേട്ടോ. പക്ഷെ ഇപ്പോഴും അതിൻ്റെ കളറൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്.
സോ ഇതിനും ഞാൻ പറഞ്ഞ പോലെ തന്നെ കമ്മലില്ല കേട്ടോ, ഈ ഒരു മാല മാത്രം ഉണ്ടായിരുന്നത്. സോ ഇതാണ് അടുത്ത മാല. പിന്നെ വരുന്നത് ഒരു നെക്ലേസ് ആണ് കേട്ടോ. ഇതുപോലെ ഒരു ട്രഡീഷണൽ ആണ്, പക്ഷേ എന്നാലും ഒരു വേറൊരു ഡിസൈൻ പോലെ വരുന്ന ഒരു മാലയാണ് കേട്ടോ. ഇത് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ മാക്സിമം ലെങ്ത്ത് വരുന്നത്. ഇതിൻ്റെ ലോക്കറ്റ് വരുന്നത് സരസ്വതിയുടെ ഒരു ലോക്കറ്റാണ് കേട്ടോ. ഒരു ചെറിയൊരു ചതുരം പോലത്തെ ഒരു ഷേപ്പിൽ സരസ്വതിയുടെ ഒരു ലോക്കറ്റാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ താഴോട്ട് വരുമ്പോൾ ചെറിയൊരു പൂവ് പോലെയാണ് കേട്ടോ, ഫ്ലവേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ. ചെറിയൊരു സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് സ്റ്റോൺ അല്ലെങ്കിൽ റോസ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ കേട്ടോ, ഒരു റൂബി പോലത്തെ ഒരു സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കയറ്റിയിട്ടാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ഒരു പാലക്ക മാലയാണ് കേട്ടോ. ഒരു ഗ്രീൻ കളറിൽ വരുന്ന പാലക്ക മാലയാണ്. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നെക്ലേസ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ലെങ്ത്തൊക്കെ കുറഞ്ഞിട്ടുള്ളൊരു പാലക്ക മാലയാണ്. ഇതിനും കമ്മലില്ല കേട്ടോ. ഇതാണ് പാലക്ക മാല വരുന്നത്. പാലക്ക നമുക്ക് ഭയങ്കര ട്രഡീഷണൽ ആണ് അല്ലേ. ഏതൊരു അറ്റയറിൻ്റെ കൂടെ ആണെങ്കിലും, ട്രഡീഷണൽ ആയിട്ടുള്ള അറ്റയറിൻ്റെ കൂടെ ആണെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഗ്രീൻ കളർ പാലക്ക മാല. അപ്പോൾ എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ. പിന്നെ ഉള്ളത് ഈ ഒരു മാലയാണ് കേട്ടോ. ഞാൻ കുറേ കാലം മുന്നേ ഒക്കെ സീരിയൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കുറേ പേര് ഇങ്ങനത്തെ യൂസ് ചെയ്തിട്ടോ. പല കളേഴ്സിൽ ഗ്രീന്, റെഡ്, ബ്ലൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇത് ഗുരുവായൂർന്ന് വാങ്ങിയിട്ടുള്ള ഒരു ചെയിനാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ കളർ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. നമുക്ക് ബ്ലാക്ക് സെറ്റ് മുണ്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതിലേക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ലോക്കറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ച ഒരു അതിൻ്റെ ഒരു തണ്ടാണ് കേട്ടോ. ഇതാണ് ആ ഒരു ലോക്കറ്റ് ഫസ്റ്റ് വരുന്നത്. ചെറിയൊരു പൂവിൻ്റെ പോലത്തെ നെക്ലേസ് ആണ് കേട്ടോ. സോറി, ലോക്കറ്റാണ് കേട്ടോ. ഒരു വൈറ്റ് സ്റ്റോണിൽ വരുന്ന ലോക്കറ്റാണ് വരുന്നത്. ഇത് നമുക്ക് ഇതുപോലത്തെ ഈ ഒരു തണ്ട് പോലെയുള്ള ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, അതിൽ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തൊരു ലോക്കറ്റ് എന്ന് പറയുന്നത് ഒരു സരസ്വതിയുടെ ലോക്കറ്റാണ് കേട്ടോ. ഇതും പറഞ്ഞ പോലെ തന്നെ വൈറ്റ് സ്റ്റോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നേരത്തെ കാണിച്ച ആ ഒരു തണ്ടുണ്ടല്ലോ, അതിലും നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാതെ വേറെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ലോക്കറ്റ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 380, 380 തോന്നുന്നു അതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇത്രയും ഞാൻ കാണിച്ചത് ട്രഡീഷണൽ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നെക്ലേസസിൻ്റെ കളക്ഷൻസ് ആണ്. ഇനി എൻ്റെ അടുത്തുള്ളത് നമുക്ക് ഈ ഫാൻസി സാരിയുടെ കൂടെയൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ സാരീസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന കുറച്ച് 2 നെക്ലേസസ് ഉണ്ട്. സോ ഞാൻ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു തരാം. അതിൽ ഫസ്റ്റ് ഉള്ളത് ഇതുപോലത്തെ ഒരു മാലയാണ് കേട്ടോ. നമുക്ക് ഡയമണ്ട് പോലത്തെ ഒരു ഭംഗി തോന്നിക്കുന്ന ഒരു മാലയാണ് കേട്ടോ. ഇത് വൈറ്റ് ആൻഡ് റൂബി ഷെയ്ഡാണ് വരുന്നത്. ഒരു വൈറ്റ് ഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ഡ്രസ്സിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. ശരിക്കും ഒരു ഡയമണ്ട് നെക്ലേസ് ആ ഒരു ടൈപ്പാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്, എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ ഒരു പ്രൈസിന് ഇത് നല്ല വേർത്താണ് കേട്ടോ. ഒരുപാട് വർഷമായി ഇത് വാങ്ങിച്ചിട്ട്. പക്ഷെ നമുക്ക് ഇത് കളർ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ കൊണ്ടു കൊടുത്തിട്ട് ഇതിൻ്റെ കളർ നമുക്ക് അവർ ചെയ്ത് തരും കേട്ടോ. ഈ ഒരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ, അത് നമുക്ക് ഫെയ്ഡായി കഴിഞ്ഞാൽ നമുക്കത് കളർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് അങ്ങനെയും റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമുക്ക് ഈ ഒരു മാല മാത്രം ഇട്ടാൽ മതി, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ഫാൻസി സാരികൾക്കൊക്കെ കൂട്ടത്തിൽ നമുക്ക് ഇടാൻ പറ്റുന്ന വേറൊരു ടൈപ്പ് നെക്ലേസ് ആണ് കേട്ടോ. ഇതിൽ വരുന്നത് ഗ്രീൻ ആൻഡ് റെഡ് അല്ല, ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന സ്റ്റോൺ ആണ് കേട്ടോ. പിന്നെ വൈറ്റ് ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. ഇത് ഇട്ടാൽ നമ്മളിതാ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. നമുക്കൊരു ഗ്രീൻ സാരിയുടെ കൂടെ അല്ലെങ്കിൽ റെഡ് സാരിയുടെ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഇതിൻ്റെ കമ്മലാണ് കേട്ടോ. ഇത് സെയിം ആ ഒരു മാലയുടെ ലോക്കറ്റിൻ്റെയാണ് കമ്മലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ ആൻഡ് റൂബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ആൻഡ് വൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുറേ കാലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നതൊന്നുമല്ല. കുറേ കാലങ്ങൾ കൊണ്ട് 4-5 വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ ഉള്ള കുറേ ജ്വല്ലറീസ് ആണ്. പക്ഷെ അത് ഇപ്പോഴും ഇത്രയും നല്ല ഭംഗിയായിട്ട് അതിൻ്റെ കളറൊന്നും അധികം ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. അത് കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അത് നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ലാസ്റ്റിങ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ കവേഴ്സ് ഉണ്ടല്ലോ,
അപ്പോൾ അതിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് നമുക്കൊരു നെക്ലേസ് ഇടാം, ഈ ഭാഗത്ത് വേറൊരു ജ്വല്ലറി ഇടാം. 2 ജ്വല്ലറീസും കൂടെ ഒരേ സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തമ്മിൽ ഫ്രിക്ഷനായിട്ട് ഫെയ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഓരോരോ കവറുകളായിട്ട് നമ്മൾ സൂക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ സിബ്ലോ കവേഴ്സ് ഉണ്ടാവുമല്ലോ, അതിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഫെയ്ഡ് ആവാതെ നല്ല ഭംഗിയിൽ നമ്മുടെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറി കളക്ഷൻസ് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോസിൽ കുറച്ച് വേറെ കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അത് ഞാൻ അത്യാവശ്യം ഓൺലൈൻ സ്റ്റോഴ്സിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സിദ്ധ സ്റ്റോർ, അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ സൃഷ്ടി എന്ന് പറഞ്ഞ സ്റ്റോറിൽ നിന്നൊക്കെയാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദ ജ്വല്ലറീസും വാങ്ങാറ് കേട്ടോ. സോ ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സോ ആ വീഡിയോസും അതുപോലെ തന്നെ ആ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരുപാട് കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇപ്പോൾ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. സോ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.